ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പേപ്പാൽ വാലറ്റിലുള്ള എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ പേപ്പാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിൽ വാലറ്റ് സെക്ഷനിൽ പോയാൽ നമുക്ക് ബാലൻസ് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ ഓപ്ഷൻ വരുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം. അക്കൗണ്ട് ടൈപ്പ്, IBAN നമ്പർ, കറൻസി, അതുപോലെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ട് ലിങ്ക് യുവർ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ATM കാർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നേരെ ബാക്ക് വന്നിട്ട് ഇവിടെ ലിങ്ക് എ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സ്കാൻ യുവർ കാർഡ്, നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ഒരു ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം വീണ്ടും ട്രാൻസ്ഫർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത ആ ഒരു ഡീറ്റെയിൽസൊക്കെ അവിടെ വരുന്നതായിരിക്കും. അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ട്രാൻസ്ഫർ ചാർജ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. 750 ദിർഹംസിന് താഴെയുള്ള ഏത് ട്രാൻസാക്ഷനും നമ്മൾ 11 ദിർഹംസ് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി എത്രയാണ് എമൗണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കാം. എൻ്റെ ഇവിടെ $15 ഉണ്ട്. ആ ഒരു $15 ഞാൻ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തതായിട്ട് പേർപ്പസ് ഓഫ് പേയ്മെൻറ്റിൽ ഞാനിവിടെ ട്രാവലാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ എന്ത് പേർപ്പസ് ആണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര എമൗണ്ടാണ് കൺവേർട്ടായിട്ട് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഇവിടെ $15 എനിക്കിവിടെ ലഭിക്കാൻ പോകുന്നത് 53 ദിർഹംസ് 43 ഫിൽസ് ആണ്. അത് 11 ദിർഹംസ് ചാർജ് മൈനസ് ആയിട്ട് 42 ദിർഹംസ് 43 ഫിൽസ് എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്.